നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഡാഷ്ബോർഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് റിപ്പയർ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ വരുന്നത് റിപ്പയറിൻ്റെ ഡാഷ്ബോർഡിലാണ്. നമുക്കിവിടെ റിപ്പയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇതാണ് റിപ്പയറിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. ഇതിൽ നമുക്ക് കറൻറ്റ് ഡേറ്റിൽ നടന്നിട്ടുള്ള ആക്ഷൻസിനെ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു സമ്മറി ആയിരിക്കും വരുന്നത്. ഓരോ സ്റ്റേറ്റസുകളിലായിട്ട് ഏതൊക്കെ ഡിവൈസുകളാണ് എൻട്രി ആയിട്ടുള്ളത്, ഏതൊക്കെ ഡിവൈസുകളുടെയാണ് അപ്ഡേഷൻ നടന്നിട്ടുള്ളത്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നമ്മുടെ എൻ്റയർ സർവീസ് സെൻ്ററിൻ്റെ ഒരു പൾസ് നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഏതൊക്കെ ടെക്നീഷ്യൻസിൻ്റെ കയ്യിൽ ഏതൊക്കെ ഡിവൈസുകൾ പെൻഡിങ് ഉണ്ട്, ഏതൊക്കെ സ്റ്റാറ്റസുകളിലായിട്ടാണ് ഡിവൈസുകൾ പെൻഡിങ് ഉള്ളത്, ഇങ്ങനെയുള്ള ഡാറ്റാസൊക്കെ നമുക്കത് നോക്കിയിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാം. ദെൻ ഞാൻ മൊത്തത്തിലൊരു സമ്മറി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജോബ് കാർഡാണ് അടുത്ത് വരുന്നത്. മെയിനായിട്ട് റിപ്പയറിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ജോബ് കാർഡ്സ് മാനേജ്മെൻറ്റാണ്. സോ നമുക്കിവിടെ പുതുതായിട്ട് വന്നിട്ടുള്ളതെല്ലാം ഇവിടെ ന്യൂ റിക്വസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നമുക്ക് ഇൻ പ്രോഗ്രസ്സിൽ അവൈലബിൾ ആയിരിക്കും. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ജോബ് കാർഡുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ കംപ്ലീറ്റഡ് ആയിട്ടുള്ളത്, ക്യാൻസൽഡ് ആയിട്ടുള്ളത്, ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി കസ്റ്റമർക്ക് ഡെലിവേർഡ് ആയിട്ടുള്ള ജോബ് കാർഡ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡിവൈസ് റിപ്പയർ കംപ്ലീറ്റ് ചെയ്തു, ഒരു ഡിവൈസ് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റഡ് സ്റ്റേജിലായിരിക്കും വരുന്നത്. വൺസ് അത് കസ്റ്റമർക്ക് ഡെലിവേർഡ് ആകുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി ആ ജോബ് കാർഡ് ക്ലോസ് ചെയ്യുന്നു. അതായത് ആ ജോബ് കാർഡിൻ്റെ ജേണി അവിടെ എൻഡ് ചെയ്യും. അപ്പോൾ അതാണ് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ക്ലോസ്ഡും കംപ്ലീറ്റഡും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് വരുന്നത്. ദെൻ നമുക്ക് എല്ലാം കൂടി ഒറ്റ ടാബിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ യൂസ് ചെയ്യാം. ഇതാണ് ജോബ് കാർഡ്സിൻ്റെ ഒരു സെക്ഷൻ വരുന്നത്. ദെൻ നമുക്കിതിൽ മൾട്ടിപ്പിൾ ഫിൽറ്റേഴ്സും അവൈലബിൾ ആണ്. ലൈക്ക് ജോബ് ഷീറ്റിൻ്റെ നമ്പർ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം, കസ്റ്റമറുടെ ഫോൺ നമ്പറോ പേരോ വെച്ചിട്ട് നമുക്ക് ജോബ് കാർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതേപോലെ ജോബ് കാർഡിൻ്റെ എൻട്രി പീരീഡ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതേപോലെ ഏത് ഡിവൈസ് ആയിരുന്നു, അത് ഏത് മോഡലായിരുന്നു, ലൈക്ക് ഐഫോൺ ആണെങ്കിൽ ഐഫോണാണ് വരുന്നത്, അതിൽ ഇന്ന മോഡലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ഐഫോണിൽ മാത്രം നമുക്ക് സെർച്ച് ചെയ്യാം. അതേപോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റാറ്റസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്ക് ജോബ് കാർഡ്സിനെ ഫിൽറ്റർ ചെയ്തെടുക്കാം. അതേപോലെ അത് ഡെലിവറി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് നമ്മൾ ഇന്ന ദിവസമായിരുന്നു പറഞ്ഞെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാം. അതേപോലെ ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ ആ ഒരു ജോബ് കാർഡ് എൻട്രി ചെയ്തിട്ടുള്ള സ്റ്റാഫിനെയോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെ ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫിൽട്രേഷൻ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് ജോബ് കാർഡ്സൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ മാനേജ്മെൻറ്റ് അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണ്. അതുപോലെ തന്നെ നമുക്കൊരു ക്വിക്ക് സെർച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. ലൈക്ക് നമുക്കിപ്പോൾ മൊബൈൽ നമ്പറിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡിപ്പെൻഡ് ആയിട്ടുള്ളത് ജോബ് കാർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിലിപ്പോൾ ആ ഒരു നമ്പറിലില്ല, സോറി. അതേപോലെ നമുക്കിപ്പോൾ ഒരു 002 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ജോബ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. സോ ജോബ് കാർഡ്സിൻ്റെ കേസിൽ അതാണ് വരുന്നത്. പിന്നെ വരുന്നത് റിപ്പോർട്ട്സ് ആണ്. റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എൻ്റയർ ഡാറ്റയും ഒറ്റ ക്ലിക്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റിപ്പോർട്ടിംഗ് സെക്ഷനാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള എല്ലാ ജോബ് കാർഡ്സും അത് ഏത് ഫോൺ നമ്പറിലാണ്, ഏത് ഇൻവോയ്സ് ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ, ഏത് ഡിവൈസാണ്, അതിൻ്റെ മോഡൽ എന്താണ്, ബ്രാൻഡ് എന്താണ്, സീരിയൽ നമ്പർ എന്താണ്, ഏത് ടെക്നീഷ്യനാണ്, അത് എന്ത് സ്റ്റേറ്റസിലാണ് ഇപ്പോൾ ഉള്ളത്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്പെയർ പാർട്സ്, അതേപോലെ അതിൻ്റെ ഡെലിവറി ഡേറ്റ്, അതിൻ്റെ കംപ്ലയിൻറ്റ്സ്, അതിൻ്റെ ചെക്ക് ലിസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് അഡീഷണൽ ഫിൽറ്റേഴ്സ് കൂടെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്റ്റാഫിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്കിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ March 1 to March 7 ഈ ഒരു 1 വീക്ക് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റാഫ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റാഫ് ജിനീഷ് എന്ന് പറഞ്ഞൊരു സ്റ്റാഫ്, ഈ March 1 to 7 ഉള്ളിൽ ജിനീഷ് എന്ന് പറഞ്ഞ സ്റ്റാഫ് ഏതൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വേണേൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റാഫും ഈ ഒരു പീരീഡിനുള്ളിൽ എത്ര എണ്ണം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള കോമ്പിനേഷൻ ഫിൽറ്റേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അഡ്വാൻസ്ഡ് യൂസ് കേസസിനാണ് അത് നമുക്ക് കൂടുതലായിട്ടും ഹെൽപ്പ് ആവുന്നത്. ദെൻ നമുക്ക് സ്പെയർ പാർട്സിൻ്റെ ട്രാക്കിംഗ് ആണ്. സ്പെയർ പാർട്സിൻ്റെ ട്രാക്കിംഗ് എന്ന് നിങ്ങൾക്ക് പറയുന്ന സമയത്ത് അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറാണ്. ലൈക്ക് ഒരു പ്രോപ്പർ ഹയറാർക്കി ഡിപ്പെൻഡ് ആയിട്ടുള്ള സർവീസ് സെൻ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെയർ പാർട്സിൻ്റെ അലോട്ട്മെൻറ്റ് കാര്യങ്ങൾ വേണ്ടി വരും. ലൈക്ക് ഇപ്പോൾ നമുക്കൊരു ഡിവൈസ് സർവീസിന് വന്നു, അഡ്വൈസർ അത് ചെക്ക് ചെയ്തു, ദെൻ ടെക്നീഷ്യൻ്റെ കയ്യിലോട്ട് പോയി, ടെക്നീഷ്യൻ നോക്കിയിട്ട് അതിൽ ഇന്ന സ്പെയറുകൾ ചേഞ്ച് ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മൾ നേരെ കസ്റ്റമറെ കോൺടാക്ട് ചെയ്തിട്ട് കൺഫർമേഷൻ വായിക്കും. കൺഫർമേഷൻ വായിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ അഡ്വൈസർക്ക് അല്ലെങ്കിൽ പർച്ചേസിലുള്ള ഇൻവെൻട്രിയിലുള്ള സെക്ഷനിലുള്ള ഹെഡിന് നമ്മൾ എന്ത് ചെയ്യും,
റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യും, എനിക്ക് ഇന്ന സ്പെയറുകൾ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അവർ അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കിതിൽ ആ ഒരു ജോബ് കാർഡിലേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്രൂവൽ, അതിൻ്റെ അലോട്ട്മെൻറ്റ്, അതിൻ്റെ യൂസിങ്, ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഏരിയയാണ് സ്പെയർ പാർട്സ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഞാനത് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോസിലായിട്ട്. ദെൻ നമുക്ക് വരുന്നത് സെറ്റിങ്സിൻ്റെ ഏരിയയാണ്. സെറ്റിങ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലീറ്റ് ഫ്ലെക്സിബിലിറ്റി വരുന്നൊരു ഏരിയയാണ്. അതായത് ഇപ്പോൾ സ്പെയർ പാർട്സിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. ഡിവൈസസ്, ഏതൊക്കെ ഡിവൈസസ് ആണ് വരുന്നത്, ഏതൊക്കെ മോഡൽസ് ആണ് വരുന്നത്, ഇതിൻ്റെ മോഡൽസ് ആഡിങ്ങും അതിൻ്റെ എഡിറ്റിങ്ങും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷൻ ത്രൂ ആയിരിക്കും ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വേണ്ട രീതിയിൽ മോഡൽസ് ആഡ് ചെയ്യാം, വേണ്ട ഡിവൈസസ് ആഡ് ചെയ്യാം. കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവലി ഇതിൽ ഫീഡ് ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടീഷൻസ് നമുക്ക് ഫീഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ സ്റ്റേറ്റസുകൾ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഡീഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് സ്റ്റാറ്റസുകൾ സെറ്റ് ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി അറേഞ്ച് ചെയ്ത് റീഅറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് പുതിയൊരു സിസ്റ്റം ആഡ് ചെയ്യാം. ഇത് നോർമലി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബിസിനസ്സിനും അവരുടെ ഒരു കറണ്ട് ഓപ്പറേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് അവർക്കൊരു സജഷൻ കൊടുക്കും. അത് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള സ്റ്റാറ്റസും ഫ്ലോയാണ് നമ്മളിതിൽ സെറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെയാണ് വരുന്നത്. ആദ്യം ഏത് സ്റ്റേജാണ്, പിന്നെ ഏതാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു എൻക്വയറി വരുന്നു, അതിനെ ഒരു പുതിയ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അതിൻ്റെ അഡ്വൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് അഡ്വൈസർ അതിൻ്റെ കമൻസ് കസ്റ്റമറുമായിട്ട് സംസാരിക്കും. കസ്റ്റമർ വൺസ് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പയറിലോട്ട് പോകും. ദെൻ അത് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ കസ്റ്റമർക്ക് ക്യാൻസൽ ചെയ്യും, റിജക്റ്റ് ചെയ്യും. ദെൻ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യും. ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ഒരു കറണ്ട് വർക്ക് ഫ്ലോ എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ വരുന്നത് ചെക്ക് ലിസ്റ്റാണ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ഐഫോണിൻ്റെ ചെക്ക് ലിസ്റ്റാണ്. എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിതിൽ ചെക്ക് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രീ റിപ്പയർ ചെക്ക് ലിസ്റ്റും ഉണ്ട്, പോസ്റ്റ് റിപ്പയർ ചെക്ക് ലിസ്റ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ഡിവൈസോ നമ്മൾ റിപ്പയറിന് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യണം. ഇപ്പോൾ സെൻസർ ചെക്ക് ചെയ്യണം, ഫ്രണ്ട് ക്യാം, ബാക്ക് ക്യാം, വൈഫൈ, ബ്ലൂടൂത്ത്, ഇങ്ങനെയുള്ള ബാറ്ററി ഹെൽത്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനിഷ്യലി ചെക്ക് ചെയ്ത് അതിൻ്റെ ഡാറ്റ റെക്കോർഡ് ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നീടൊരു ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് കസ്റ്റമർ പറയുകയാണ്, ഇപ്പോൾ ഡിവൈസ് തരുന്ന സമയത്ത് ക്യാമറ വർക്കിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ബ്ലൂടൂത്തിന് ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇഷ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് ചെക്ക് ചെയ്യണം. ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇത് വരുന്നത്. അതേപോലെ ക്വാളിറ്റി ചെക്ക്, അതായത് പോസ്റ്റ് റിപ്പയർ ചെക്ക് ലിസ്റ്റാണ്. നമുക്ക് വേണ്ട രീതിയിൽ അതും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ റിയർ ക്യാമറ നമുക്കൊന്ന് ചെക്കിങ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിവൈസ് ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ചെക്കിങ് കൂടി നടത്തി അത് റെക്കോർഡ് ചെയ്തിട്ട് വേണം കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള ക്വാളിറ്റി ചെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കസ്റ്റമർക്ക് അത് കുറച്ചും കൂടി വാല്യുബിളായിട്ട് തോന്നും. കാരണം നമ്മളെല്ലാ ചെക്കിങ്ങും നടത്തി കാര്യങ്ങൾ 1 by 1 പ്രോസസ്സ് റൺ ചെയ്ത് ഇന്ന കാര്യങ്ങൾ വർക്കിംഗ് ആണ്, ഇന്ന കാര്യങ്ങൾ വർക്കിംഗ് അല്ല എന്നുള്ളത് നമ്മൾ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ട് കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ പിന്നീട് ഒരു ഇഷ്യൂസ് വരാൻ ചാൻസ് കുറവാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ പോയിട്ടായിരിക്കും, കസ്റ്റമർ കയ്യിൽ ഡെലിവറി ചെയ്തതിന് ശേഷം കസ്റ്റമർ ആയിരിക്കും പറയുന്നത് ഇന്ന ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് നമ്മുടെ സ്ഥാപനത്തിനും വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഗ്രോത്തിനും അത് നല്ല രീതിക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണ് അത് വരുന്നത്. ദെൻ നോട്ടിഫിക്കേഷൻസ് ആണ്. വാട്സപ്പ് ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഓരോ സ്റ്റാറ്റസുകൾ ചേഞ്ച് ചെയ്യുമ്പോഴും അതേപോലെ പുതിയ ജോബ് കാർഡ് എൻ്റർ ചെയ്യുമ്പോഴും ജോബ് കാർഡ് കംപ്ലീറ്റ് ആകുമ്പോഴും ഡെലിവറി ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് കസ്റ്റമേഴ്സിന് വാട്സപ്പ് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടെംപ്ലേറ്റ്സും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻസിൽ വരുന്നത്. പിന്നെ വരുന്നത് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ്. ഇത് കംപ്ലീറ്റ്ലി നേരത്തെ പറഞ്ഞ കസ്റ്റമൈസേഷൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് ഏതൊക്കെ ഫീൽഡുകൾ വേണമെന്നുള്ളത് നമുക്കിതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ ജോബ് കാർഡിൻ്റെ എൻട്രി, ജോബ് കാർഡിൻ്റെ ഫോം നമുക്ക് എങ്ങനെ വേണം, എന്തൊക്കെ ഡാറ്റാസാണ് കസ്റ്റമർ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത്, അത് എന്തൊക്കെ രീതിയിലാണ് വേണ്ടതെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഫീൽഡുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ കംപ്ലീറ്റ്ലി ആ ഫോമിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ലിസ്റ്റ് ടാബ്സ് ആണ്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ജോബ് കാർഡ്സിൻ്റെ ഈ ഒരു ഹെഡുകളാണ്. ഈ ഒരു ഹെഡുകൾ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള രീതിയിൽ നമുക്കിതിനെ അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കറൻ്റ് ന്യൂ റിക്വസ്റ്റ് ആണ് ഏറ്റവും ടോപ്പിലുള്ളത്. നമുക്ക് ഇപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ളതാണ് ടോപ്പിൽ വരേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. ഇനി അതേപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്കത് ഫിൽട്രേഷൻ ത്രൂ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു പേഴ്സണലൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് വരുന്നത് ആക്സസറീസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡിവൈസ് സർവീസിന് വരുന്ന സമയത്ത് ചിലപ്പോൾ അവർ അതിൻ്റെ സിം കാർഡോ അല്ലെങ്കിൽ അതിൻ്റെ കേസോ പൗച്ചോ അല്ലെങ്കിൽ ചാർജേഴ്സോ ഒക്കെ നമ്മുടെ കയ്യിൽ നമ്മുടെ കൂടെ ആ ഡിവൈസിൻ്റെ കൂടെ നമുക്ക് ചിലപ്പോൾ അറ്റാച്ച് ചെയ്ത് തരും. എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നോർമലി അത് തിരിച്ച് കൊടുക്കാറുണ്ട്. ബട്ട് അവർ ഇൻ കേസ് അവിടെ വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചെക്കിങ്ങിന് ചാർജറും കൂടെ വേണം എന്നുള്ള രീതിയിൽ ചില സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിലൊക്കെ നമുക്ക് അതും കൂടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ പുതിയ ഡിവൈസുകൾ ആഡ് ചെയ്യാൻ പറ്റും, ലൈക്ക് പുതിയ ആക്സസറീസുകൾ നമുക്ക് ആഡ് ചെയ്യാം, നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ഒരു മെയിൻ ഓവർവ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ ജോബ് കാർഡ് എങ്ങനെ എൻട്രി ചെയ്യാമെന്ന് നോക്കാം. ജോബ് കാർഡ് എൻട്രി ചെയ്യാനായിട്ട് നമുക്കിവിടെ റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് ആഡ് ന്യൂ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഫസ്റ്റ് വരുന്നത് കസ്റ്റമറുടെ മൊബൈൽ നമ്പറാണ്. ജസ്റ്റ് കസ്റ്റമർക്ക് ഒരു മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ദെൻ എൻ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമറുടെ നെയിമും ഡാറ്റാസൊക്കെ ഓട്ടോ ഫെച്ച് ചെയ്യും. ഇത് എക്സിസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്. പുതുതായിട്ട് വരുന്നൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ നെയിം ആയിരിക്കും ചോദിക്കുന്നത്. കാരണം ആ ഒരു കസ്റ്റമറുടെ ഡാറ്റ കറൻറ്റ്ലി നമ്മുടെ ഡാറ്റാബേസിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവരുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ഞാനിപ്പോൾ ഒരു ഫാദർ എന്നുള്ള പേര് കൊടുക്കണം. ദെൻ ക്യാരിയനാണ് വരുന്നത്. അടുത്തത് വരുന്നത് ഡിവൈസാണ്. ഇപ്പോൾ ഒരു ഐഫോണാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഫോൺ ചൂസ് ചെയ്യാം. ഏതാണ് മോഡലിന് ചോദിക്കും. ഞാനിപ്പോൾ ഒരു 14 Pro ചൂസ് ചെയ്യുന്നുണ്ട്. ഡിവൈസസിൻ്റെയും മോഡൽസിൻ്റെയൊക്കെ ഡാറ്റ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അവൈലബിൾ ആണ് നമ്മുടെ ഡാറ്റാബേസിൽ. നിങ്ങൾക്ക് അത് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് പുതിയൊരു ഡിവൈസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വളരെ ക്വിക്കായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ജസ്റ്റ് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ ഫോണിൻ്റെ IMEI നമ്പർ അല്ലെങ്കിൽ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് കസ്റ്റമറുടെ ഇഷ്യൂസാണ്. പ്രോബ്ലം റിപ്പോർട്ടഡ് ബൈ കസ്റ്റമർ എന്തൊക്കെയാണ് ഇഷ്യൂസ് പറയുന്നത്. ലൈക്ക് ഡിസ്പ്ലേ ഇല്ല, ഡിസ്പ്ലേ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ബാറ്ററി ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടി സിമ്പിൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഇഷ്യൂസൊക്കെ നമുക്ക് ഇവിടെ ഫീഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സെറ്റിങ്സിൽ നമുക്ക് കോമൺ ആയിട്ട് ഫീഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫീഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെർച്ചിൽ പോയിട്ട് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇതിലോട് ജസ്റ്റ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ നമ്മളത് ചെയ്തു. അടുത്തത് വരുന്നത് വാറണ്ടിയാണ്. വാറണ്ടി കറൻറ്റ്ലി ഈ ഒരു ഡിവൈസിന് എക്സ്പയർഡ് ആണ്. സോ ഞാൻ ജസ്റ്റ് എക്സ്പയർഡ് കൊടുക്കുകയാണ്. ദെൻ നിങ്ങൾക്ക് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഓൾട്ടർനേറ്റ് കോൺടാക്ട് നമ്പർ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതും നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. സോ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ആണ്. എനിക്ക് വേണ്ട രീതിയിലുള്ളൊരു ഫോമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ എന്തൊക്കെ ഡാറ്റാസാണ് ജോബ് കാർഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും നമുക്കിതിൽ വേണ്ടി വരിക, അല്ലെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട ഡാറ്റകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഡാറ്റകൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫോം കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് ആക്സസറീസ് ആണ്. ഞാൻ ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആക്സസറീസ് എന്ന് പറയുന്നത് ചാർജർ ആൻഡ് സിം കാർഡാണ്. നമുക്ക് ഡിവൈസിനെയും മോഡലിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് ഐഫോൺസിലോട്ട് വരുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ആക്സസറീസ്, അതേപോലെ ആൻഡ്രോയിഡിലോട്ട് വരുമ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് ആക്സസറീസ്, മാക്കിലേക്ക് വരുമ്പോൾ വേറെ, നമുക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ കറൻ്റ്ലി കൊടുത്തിട്ടുള്ളത് 2 ആക്സസറീസാണ്. സോ ഈ ഒരു കസ്റ്റമർ ഇതിൻ്റെ കൂടെ ചാർജർ ടെസ്റ്റിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടി തരുന്നുണ്ട്. സോ അതിൻ്റെ സീരിയൽ നമ്പർ ഇവിടെ നോട്ട് ചെയ്യണം. സീരിയൽ നമ്പർ റിക്വയർമെൻ്റ് ഒക്കെ നമുക്ക് ഡിസേബിൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. ഫോണിൻ്റെ പാസ്കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. കറൻ്റ്ലി ഫോണിൻ്റെ സിറ്റുവേഷൻ എന്താണ്, ഡെഡ് ആണോ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ ആണോ, ബോട്ട് ലൂപ്പ് ആണോ, ഏത് രീതിയിൽ നമുക്ക് കൊടുക്കുക. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് കോമൺ ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമുക്കതിവിടെ ഫീഡ് ചെയ്ത് വെക്കാനും പറ്റും. ദെൻ ടെക്നീഷ്യൻ ആരാണ്, അഡ്വൈസർ ആരാണ്, കമൻറ്റ് ബൈ ടെക്നീഷ്യൻ, എന്തെങ്കിലും പ്രൈവറ്റ് നോട്ട്സ് കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ കമൻസിൽ ആഡ് ചെയ്യാം. ദെൻ റിമാർക്സ് ആഡ് ചെയ്യാൻ പറ്റും. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്രയാണ് വരിക എന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കുക. അതേപോലെ തന്നെ എന്നത്തേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സർവീസ് ചെയ്ത് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഡാറ്റ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്കത് ചൂസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതെല്ലാം ഓപ്ഷണലാണ്. നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിളും ആണ്. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് മാത്രം കളക്ട് ചെയ്താൽ മതി, വേണ്ട ഡാറ്റാസ് മാത്രം ആഡ് ചെയ്താലും മതി. സോ ഞാൻ എല്ലാ ഓപ്ഷൻസും എനേബിൾ ചെയ്തതാണ് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ പ്രീ റിപ്പയർ ചെക്ക് ലിസ്റ്റാണ്. ഒരു ഡിവൈസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ജോബ് കാർഡ് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കണം. അത് നമ്മുടെ സേഫ്റ്റിക്കും കസ്റ്റമറുടെ സേഫ്റ്റിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് ചെക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് സെറ്റിങ്സ് ത്രൂ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെൻസർ വർക്കിംഗ് ആണ്, ബ്ലൂടൂത്ത് വർക്കിംഗ് അല്ല, ബാറ്ററി കപ്പാസിറ്റി ഓക്കെ ആണ്, സ്പീക്കർ വർക്കിംഗ് ആണ്, ക്യാമറ ഫ്രണ്ട് ക്യാമറ വർക്കിംഗ് ആണ്,
ബാക്ക് ക്യാമറ വർക്കിംഗ് ആണോ, അങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ എല്ലാ സ്ക്രൂസും അവൈലബിൾ ആണോ, ഇതെല്ലാം ഞാൻ എൻ്റേതായ ഒരു ഐഡിയക്ക് സെറ്റ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വരുന്ന അറ്റാച്ച്മെൻറ്റ്സ് ആണ്. നമുക്ക് ഡിവൈസിൻ്റെ വാറണ്ടി കാർഡോ അല്ലെങ്കിൽ ബില്ലുകളോ അല്ലെങ്കിൽ ഫോണിൻ്റെ ഇമേജസോ കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ജോബ് കാർഡ് ക്രിയേറ്റ് ആവും. നമ്മുടെ ഡിസൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യണോ ഷെയർ ചെയ്യണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. ഞാൻ കറൻ്റ്ലി നോ കൊടുക്കുകയാണ്. സോ ഞാനിവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് കറൻ്റ്ലി ഒരു ന്യൂ റിക്വസ്റ്റിലോട്ട് ഒരു ജോബ് കാർഡ് ആഡ് ആയിട്ടുണ്ട്. ന്യൂലി ക്രിയേറ്റഡിൽ 1 ആണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ജോബ് കാർഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ന്യൂ റിക്വസ്റ്റിൽ ഇവിടെ ഒരു ജോബ് കാർഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജോബ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ജോബ് കാർഡിൻ്റെ എൻട്രി റിലേറ്റഡ് ഡീറ്റെയിൽസ്, ഡെലിവറി ഡീറ്റെയിൽസ്, അതേപോലെ മോഡൽ നമ്പർ, അതിൻ്റെ ആക്സറീസ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ സീരിയൽ നമ്പർ എന്തൊക്കെയാണ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ വാറണ്ടി റിലേറ്റഡ് ഇൻഫർമേഷൻ, ഓൾട്ടർനേറ്റ് കോൺടാക്ട് നമ്പർ, ജോബ് കാർഡ് ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ്, ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, എന്നാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള നമ്മുടെ ലോഗ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്പെയർ പാർട്സ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഇവിടെ ഉണ്ടാവും. പ്രീ റിപ്പയർ ചെക്ക് ലിസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റാസ്, നമ്മുടെ ജോബ് കാർഡിൻ്റെ ലോഗ്, അതേപോലെ കസ്റ്റമർ ഫോളോ അപ്പ് ലോഗ്, ലൈക്ക് നമ്മളിപ്പോൾ കസ്റ്റമറെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിതിൽ ഒരു CRM പോലെ ഫീഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ നമ്മൾ കസ്റ്റമറെ കോൺടാക്ട് ചെയ്തു, ഇന്നത്തെ ഡേറ്റിൽ ഒരു 5:20 നമ്മൾ കോൺടാക്ട് ചെയ്തു. ദെൻ കസ്റ്റമർ കോൾ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ കൊടുക്കുക. അത് എന്താണ് നമ്മൾ സംസാരിച്ചെന്നുള്ള ഡാറ്റാസ് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം. ലൈക്ക് കസ്റ്റമർ അഗ്രീഡ് ആണെങ്കിൽ കസ്റ്റമർ അഗ്രീഡ് വിത്ത് കൊട്ടേഷൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഫോളോ അപ്പ് ലോഗ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ആരാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്, കസ്റ്റമറെ കണക്ട് ചെയ്തു, എന്താണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്, എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഫീഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ജോബ് കാർഡിലോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള സ്പേസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഏത് പ്രൊഡക്റ്റാണ്, എത്ര ക്വാണ്ടിറ്റിയാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് നമുക്ക് സ്പെയർ പാർട്സിൻ്റെ ഡീറ്റെയിൽസ് ഇതിലോട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏത് ജോബ് കാർഡിൽ ഏതൊക്കെ സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ കൊട്ടേഷൻ ജനറേഷന്, ഇൻവോയ്സ് ജനറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് കാർഡിൻ്റെ സർവീസ് കംപ്ലീറ്റ് ആവണം. അതുകൊണ്ടാണ് നമുക്കിവിടെ ജനറേറ്റ് ഇൻവോയ്സ് എന്നുള്ള ബട്ടൺ വിസിബിൾ ആവാത്തത് അല്ലെങ്കിൽ ഫങ്ഷനിലാവാത്തത്. വൺസ് നമ്മൾ സർവീസ് കംപ്ലീറ്റഡ് മാർക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ജനറേറ്റ് ഇൻവോയ്സ് എന്നുള്ള ബട്ടൺ അവൈലബിൾ ആവുക. അതുപോലെ നമുക്ക് ബാർകോഡ് ലേബിൾ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ കസ്റ്റമറെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണം, മെസ്സേജ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ക്വിക്ക് ആക്ഷൻസ് യൂസ് ചെയ്യാം. അഡ്വാൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഡ്ജേഴ്സ് ത്രൂ അതിൻ്റെ ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കസ്റ്റമർ ഒരു എമൗണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്യാഷിലേക്കാണോ ബാങ്കിലേക്കാണോ എങ്ങനെയാണ് തന്നത് കൊടുക്കുക. ലൈക്ക് ഒരു 2500 നമുക്ക് അഡ്വാൻസ് തന്നിട്ടുണ്ട്, സോ നമുക്കത് കൊടുക്കുക, അഡ്വാൻസ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാം. ദെൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ പേരിൽ ആ ഒരു എമൗണ്ട് ഫീഡ് ആവും. യെസ്. തന്നെ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് നമ്മൾ സർവീസർ അസൈൻ ചെയ്യും. ഏത് സർവീസറാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സർവീസറുടെ പേരിലോട്ട് ഇത് അസൈൻ ചെയ്ത് കൊടുക്കും. ദെൻ നമുക്ക് വർക്കിൻ്റെ സ്റ്റാറ്റസ് പ്രോഗ്രസ് നടക്കുന്നതിനനുസരിച്ച് നമ്മൾ അതിനെന്ത് ചെയ്യും, സ്റ്റാറ്റസുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യും. ഇപ്പോൾ ഈ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വർക്കാണെങ്കിൽ നമുക്ക് റിപ്പയർ ആൻഡ് പ്രോഗ്രസ്സിലോട്ട് കൊടുക്കുക. ദെൻ വൺസ് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കതിനെ കംപ്ലീറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യാം. കംപ്ലീറ്റഡ് മാർക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്കിവിടെ ജനറേറ്റ് ഇൻവോയ്സിൻ്റെ ബട്ടൺ എനേബിൾ ആവും. വൺസ് നമ്മളിത് ഇൻവോയ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇൻവോയ്സിലോട്ട് കണക്റ്റ് ആവും. അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബില്ല് ചെയ്യുകയും ചെയ്യും. വൺസ് ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻവോയ്സ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറുടെ കോൺടാക്റ്റിലോട്ട് മെസ്സേജ് പോകും, ഡെലിവറിക്ക് റെഡിയാണ് അല്ലെങ്കിൽ പിക്കപ്പിന് റെഡിയാണെന്നുള്ള രീതിയിൽ മെസ്സേജ് പോകും. അതിൻ്റെ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്യാനും പറ്റും. വൺസ് കസ്റ്റമർ വന്ന് പിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെന്ത് ചെയ്യാം, പിക്ഡ് ബൈ കസ്റ്റമർ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാം. ആൻഡ് ഈ എൻ്റയർ പ്രോഗ്രസ് അല്ലെങ്കിൽ ഈ ഒരു ജോബ് കാർഡിൻ്റെ എൻ്റയർ ജേണി നമുക്കിവിടെ സ്റ്റാറ്റസ് ത്രൂ നോക്കാനായിട്ട് പറ്റും. ഏത് സമയത്താണ് ഓരോ എൻട്രികളും പാസ് ചെയ്തിട്ടുള്ളത്, ഏത് സമയത്താണ് ഓരോ സ്റ്റാറ്റസുകളും ചേഞ്ച് ചെയ്തിട്ടുള്ളത്, ഏത് യൂസറാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ നോട്ട്സ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നിന്ന് നോക്കാനായിട്ട് പറ്റും. ആൻഡ് ഈ രീതിയിലാണ് ജോബ് കാർഡിൻ്റെ ഒരു ജേണി വരുന്നത്.